ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇന്ന് ക്രിസ്മസിൻ്റെ തലേന്നായതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിൽ പോകാമെന്ന് കരുതി. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അതായത് ഞങ്ങൾ പണ്ടത്തെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പം ഞങ്ങൾ അതിന് തൊപ്പി വാങ്ങാൻ വേണ്ടി കുറേ കടകളിലൊക്കെ കയറിട്ടോ. അപ്പം അവിടെ കുറേ കടകളൊന്നും ചോദിച്ചപ്പോൾ ഇല്ല, കഴിഞ്ഞു പോയി. അപ്പോൾ വേറൊരു കട കയറിയപ്പോൾ അവസാനം കിട്ടി നമുക്ക് തൊപ്പി. അപ്പം തൊപ്പിയൊക്കെ വാങ്ങി ഞങ്ങൾ. പിന്നെ പലചരക്ക് പീടികയിൽ നിന്ന് മെഴുകുതിരിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങളെ വീടിൻ്റെ അവിടെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു, അതാണ്. അപ്പം ഞങ്ങൾ പഠിച്ച സ്കൂള് മണ്ണൂർ സെൻറ്റ് പോൾസ് LP സ്കൂളാണ്. ഞാൻ LKG മുതൽ 4ാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത്. ഇതാണ് കേട്ടോ നമ്മളെ സ്കൂള്. അപ്പം പള്ളിയിൽ എത്താൻ ഇടയില്ല, കിച്ചു ഓടിക്കയറി. കിച്ചു ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അപ്പം നമ്മൾ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. പക്ഷെ രാത്രി ആകുമ്പോഴാണ് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കുക. അപ്പോൾ അതുകൊണ്ട് രാത്രി ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. നമ്മൾ വൈകിട്ടാണ് പോയത്. അപ്പോൾ ഇത്രയും കുട്ടികളാണ് ആദ്യം എത്തിയത്. പാർവതി, കിച്ചു, ആദിത്യ, ശ്രീയ, പിന്നെ ഞാൻ. അപ്പം ഒരാളും കൂടി വരാണ്ട്. അതിനോട് ഞങ്ങളിങ്ങനെ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തു. അപ്പം ഓള് വരാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പം വരുമ്പം ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ മുറിക്കണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അവൾ എത്തിക്കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കാനൊക്കെ വെച്ച് വെയിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു കേട്ടോ. മെഴുകുതിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കത്തിച്ചു. നന്നായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴത്തേക്ക് മറ്റേ ഫ്രണ്ട് വന്നു. വാമിക എന്നാണ് ആ കുട്ടീൻ്റെ പേര്. അപ്പം ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിയതൊക്കെ പാർവതി പൊളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങളെ കേക്ക് ഞങ്ങൾ കാണിച്ചു തരാം. ഹാപ്പി എക്സ്മസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ചെറിയ കേക്കാണ്. അപ്പം അത്ര കുട്ടികളൊന്നും ഇല്ല. ഇനി ഞങ്ങൾ ആകെ 5-10 കുട്ടികളുള്ളേ ഇനി. അപ്പം അങ്ങനെ ഞങ്ങൾ മുറിച്ചു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കേ ആഹാ, അടിപൊളി. അതിൻ്റെ ബാക്കിലാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പാട്ടൊക്കെ അവിടെ നിന്ന് തന്നെ ഇട്ടു കേട്ടോ. അപ്പോൾ അതിനോട് ഞാൻ പാട്ട് അവിടെ എഡിറ്റ് ചെയ്തില്ല. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായപ്പം ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എല്ലാവരും ഇങ്ങനെ പോകാനൊക്കെ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി കറങ്ങിയിട്ടൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അവിടേക്ക് ചെന്നപ്പോഴുണ്ട് പള്ളിയിൽ നമ്മുടെ ആഗ്രഹം എഴുതിയിട്ട് അവിടുത്തെ പെട്ടിയിൽ ഇട്ടാൽ ആഗ്രഹം നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ആഗ്രഹമൊക്കെ എഴുതാൻ പോയി. അപ്പോൾ തിരക്കായതുകൊണ്ട് തന്നെ തിരക്കൊക്കെ കുറച്ച് ഒഴിഞ്ഞോട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ട് കണ്ട്. ഇപ്പോൾ പേപ്പറും തപ്പി ഞാൻ കുറേ നടന്നു. പേപ്പറൊക്കെ കഴിയാനായിനി. ലാസ്റ്റിക്ക് പേപ്പറൊക്കെ കിട്ടി. അപ്പം നമ്മൾ അത് എഴുതാൻ പോവാണ്. അപ്പോൾ എല്ലാവരും എഴുതി കഴിഞ്ഞു, ഞാനും കൂടി എഴുതാണ്ട്. നമ്മൾ എഴുതിയിട്ട് കാണും. അപ്പോൾ എഴുതി നമ്മൾ അതിലിടുകയാണ്. കുറേ ആഗ്രഹം എഴുതിയതിനൊക്കെ നടന്നാൽ മതി എന്നാണ് പ്രാർത്ഥന. നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. ഇതാണ് അവിടുത്തെ ക്രിസ്മസിൻ്റെ പുൽക്കൂടായിട്ട് വന്നത്. പക്ഷേ ഇത് യേശു മരിച്ച തീമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. ജനിച്ച തീം കാണാനില്ലല്ലോ വെച്ച്. പക്ഷേ അതിനുള്ളോട്ട് ചെന്നപ്പോൾ തന്നെ ഒരു കവാടം പോലെ ഉള്ളോട്ട് ചെന്നപ്പം നമ്മൾ യേശു ജനിച്ച ആ തീം കണ്ടു. പിന്നെ ഇതാ ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ടാക്കിയാണ്, സ്നോമാൻ ഉണ്ടാക്കിയാണ്. പിന്നെ ഇങ്ങനെ വെള്ളം വീഴുന്നതായിട്ടൊക്കെ അവിടെ ഒരു സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പം നല്ല രസമുണ്ട്. അവിടെ പോയി നോക്കിയപ്പോൾ നല്ല ഭംഗിയായിരുന്നു. ലൈറ്റിനോണ്ടൊക്കെ അലങ്കരിച്ചത്. അപ്പോൾ ഞങ്ങളങ്ങനെ ലൈറ്റുകൊണ്ടൊക്കെ അലങ്കരിച്ചു. ഞാൻ അതൊക്കെ കാണാൻ അങ്ങനെ പോയതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. രാത്രി അവിടെ അടിപൊളി വൈബായിരുന്നു. കുറേ ആൾക്കാർ വന്നും പോയി ഇങ്ങനെ കളിച്ചിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പം ഫ്രണ്ട് വിളിച്ചു. നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തേക്ക് വാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അവൾ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വിളിച്ചായിരുന്നു. അപ്പോൾ ഫുഡ് കയറി അങ്ങനെ ഇതിൽ ലേസും പിന്നെ പോപ്കോണും മാത്രമാണ് കഴിച്ചത്. ഇപ്പോൾ ഒക്കെ കഴിച്ചു. ഞങ്ങൾ പിന്നെ കുറച്ചും കൂടി നടക്കാന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇറങ്ങി കേട്ടോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ.